പൊന്നാവോ? ഈ കുപ്പായം നോക്കിയേ, ചേർപ്പെട്ടില്ലെങ്കിലും പണ്ടാരത്തിന്റെ പപ്പടം പോലെ ആക്കിയിട്ടുണ്ട്. വാ, എളുപ്പം പോവാ. ബാപ്പ ഒന്ന് ചോദിക്കാതെ എങ്ങനെയാണ് പോവുക? ബാപ്പ വരുമ്പോ അവിടുത്തെ സിനിമ തീരും. വാ, നമുക്ക് ഒരുങ്ങാം. വരാൻ. ഏതെങ്കിലും അലക്കുകാരോട് രണ്ട് നല്ല ഉടുപ്പും വാങ്ങി ഇട്ടുകൊണ്ട് വേണം നമുക്ക് റപ്പായിയെ കാണാൻ. അല്ലെങ്കിൽ മോശമാ. നീ എവിടുത്തെ മണ്ടച്ചാരാടാ? എടാ, നമ്മൾ അവന്റെ മുമ്പ് വേഷം കെട്ടി ചെല്ലുന്നത് ആത്മവഞ്ചനയല്ലേ? അവന് നമ്മെ അറിയാം, നമുക്ക് അവനെ അറിയാം. നമ്മുടെ കഷ്ടപ്പാട് അവനെ അറിയിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാടാ. വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് പൗഡർ പൂശുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട്. ഏതായാലും നീ ഉണ്ണാൻ വരുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇറച്ചി വാങ്ങിച്ചത്. ആഹാ, അതിനെന്ത്? ഇറച്ചി കറി വെച്ച് ചോറ് കൊണ്ടിട്ട് നമുക്ക് റപ്പായി കാണാം. ശരി, വാ. നബീസ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എവിടെ പോയാണ്ടി ഒരുങ്ങി നിൽക്കുന്നേ? റപ്പായിയച്ഛന്റെ വീട്ടിൽ സിനിമ കാണാൻ. അവിടെ സിനിമ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അമ്മയിലെ ചാക്കോമല്ലയുടെ വീട്ടുകാരൊക്കെ പോണ്ട് പാപ്പ. അവര് കള്ളം പറയൂ പാപ്പ. ഞങ്ങള് പൊക്കോട്ടെ പാപ്പ. ഇത് നിങ്ങളെ തിയേറ്ററിൽ പോയൊരു സിനിമ കാണാൻ നീ സമ്മതിക്കില്ല. ടിക്കറ്റ് എടുക്കാൻ കാശില്ലാഞ്ഞിട്ടാടാ. ഇതിന് ടിക്കറ്റും കാശൊന്നും വേണ്ടല്ലോ, വീട്ടിൽ നടക്കുന്ന സിനിമയല്ലേ. പൊക്കോളി മക്കളെ. ഈ പിള്ളേരെ കഞ്ഞി വല്ലതും വെച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഇല്ല പാപ്പ, സിനിമ കണ്ടിട്ടൊന്ന് കഞ്ഞി വെക്കാൻ നമ്മൾ വിചാരിച്ചു. കഞ്ഞിയും കറിയൊക്കെ നമുക്ക് വെക്കാമടാ. അവര് പൊയ്ക്കോട്ടെ. നിങ്ങളെ തൊട്ടുപുറകെ ഞങ്ങളും വരുന്നുണ്ടെന്ന് റപ്പായോട് പറഞ്ഞേക്ക്. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോയില്ലെന്ന് വെച്ച് അവൻ ചിലപ്പോ ഇങ്ങോട്ട് വന്നേക്കും. അയ്യോ, അവനിവിടെ വന്നാൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലും നമുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോ. വെക്കലേടി. എടാ, ഇക്കാലത്ത് നിന്റെ മക്കളെ പോലെ ഇത്രയും അച്ചടക്കമുള്ള പെമ്പിള്ളേരെ കാണാൻ കൂടി കിട്ടില്ല. നീ കുറെ കൂടി വിട്ടുവീഴ്ചയോട് ചിന്തിക്കണം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഈ ലോകത്തെ ഭയം. അവളുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ല. അവൾ മയ്യത്തായതോടെയാണ് എന്റെ ജീവിതം തകർന്നതെന്ന് നിനക്കറിയാമല്ലോ. ഈ പിള്ളേരെ കണ്ണിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിൽ തീയാണടാ. എടാ, ആണുങ്ങളായാൽ കഴിഞ്ഞ കാലത്തെയും കഷ്ടപ്പാടിനെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്. എന്തും ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം വേണം. എനിക്കെല്ലാത്തിനും ധൈര്യം തരേണ്ടത് പടച്ചവൻ മാത്രമാണ്. എല്ലാം ശരിയാകൂടാ. എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് അടുക്കളയിലോട്ട് കയറാം. Yeah. Yes. Good point. Sorry. I don't know. കണ്ണു ഓടിക്കും. കഥ കടച്ചിട്ടാണല്ലോ. അയ്യോ വേണ്ട, വാ നമുക്ക് അടുക്കള
ആരാ അറിയാമത്? എനിക്കറിയില്ല. ഓ, എവളുമാരായിരുന്നു? അറിയാമേ, ഇവിടെ ഉള്ളതാ ഇതൊക്കെ? ആ പ്ലാസ്റ്റിക് വിറ്റ് നടക്കുന്ന കാതറിന്റെ മക്കളാണ്. പയ്യച്ചൻ, ക്ഷമിക്കണം. ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാ. എടി എടി, ഇത് നിന്നെയൊക്കെ പോലുള്ള ഒരു 3.5 ചക്രത്തിന് കാണുന്ന സിനിമയല്ല, നിലയുള്ളവര് കാണുന്ന റേഡിയോയാ. റേഡിയോ അല്ല അറിയാമേ, വീഡിയോ. റപ്പാച്ചനും അറിയാമേ ഞങ്ങളെ പണ്ടത്തെ പോലെ കരുതുമെന്നാ വിചാരിച്ച. അയ്യോടി, നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നൂല ഞങ്ങൾ കാതറിന് പറഞ്ഞ് കുടികിടന്നവരാണെന്ന്. അറിയാമേ, നിങ്ങൾ പഠിച്ചതിന് മറന്നൊന്നും പറയരുത്. ഇരിക്കുന്നവരാരൊക്കെയാണെന്ന് അറിയാൻ മതി. മൈ ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ്. ഈ ചെക്കൾക്ക് എങ്ങനെ അറിയാനാണെന്ന്? രണ്ടിനെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ആ കുന്ത്രാണ്ടം തുറക്ക്. സോറി ഫോർ ദ ബ്രേക്ക്. മതി മതി. നല്ലപോലെ അങ്ങോട്ട് കഴിക്കടാ. ഇറച്ചിക്കറി സ്വയംഭൻ. എന്താ മക്കളെ? നിങ്ങളെന്തിനാ കരയുന്നേ? ജൈനബ, നബീസ, കാര്യം പറയും. ഞങ്ങളെ ആട്ടി ഇറക്കി വിട്ടു. നിങ്ങളെ ആട്ടിയിറക്കി വിട്ടു? എന്തിനാ? വലിയ നിലയുള്ളവര് സിനിമ കണ്ടോണ്ടിരുന്നെടുത്ത് ഞങ്ങൾ കയറി ചെന്നേന്. സാഗരെ, നമ്മക്കൾ ആരുടെ അവൻ ഇത്ര നിലവിലുള്ളവര്? പഴയ കാലമൊക്കെ റപ്പ ഇത്ര വേഗം മറന്നു. അവനെ കുറ്റം പറയേണ്ട ബാല. കാറ്റടിക്കുമ്പം കടലിന്റെ കൂള് മാറുന്നതിനേക്കാൾ വേഗത്തില് കാശുണ്ടാകുമ്പം മനുഷ്യന്റെ മനസ്സ് മാറും. എന്നാലും ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇവരിവിടെ പോയതാണ് തെറ്റ്. ആ, നിക്കോറുണ്ട്. എനിക്ക് ഉണ്ടലിറങ്ങില്ല. ഞാനിപ്പോ വന്നേക്കാം. കരയാ മക്കളെ, നമ്മൾ പാവങ്ങളല്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ. അറിയാമേ, നീ എന്തായി കാണിക്കുന്നത്? ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുവന്നേ. ഓ, നിനക്ക് എല്ലാം ചെയ്തു. എന്നെ കളിയാക്കുകയാണല്ലേ? എടേ, ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തതൊക്കെ മതി. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിയുണ്ടോടി? ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് 10 പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും. ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ. അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്റെ അറിയാമേ, അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ നിനക്ക് ഞാൻ കൊണ്ടുതരാം. വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും? അറിയാമേ. ഇതെന്തുവാ? ഇത് ഞാൻ തലമുടിയിലടിക്കുന്ന ടൈ ആണ്. നിന്റെ വില നനച്ചില്ലല്ലോ. നരച്ചില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മുഖത്ത് തേക്കും. അതങ്ങനെ കണ്ണി കണ്ടോടത്ത് തേക്കാൻ പറ്റുന്ന സാധനമല്ല. ആരാ അത്? ഞാനാടാ. അറിയാമേ, അതങ്ങ് മാറ്റിപ്പിടി. വാ.